ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു അപാകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഗ്രിഡിൽ വൈദ്യുതി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവർ ഇല്ലാത്ത സമയത്ത് KSEB ലൈനിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പവർ കട്ടിൻ്റെ സമയത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളത്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് പല ആളുകളും ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ അതിലേക്കൊന്നും നമ്മൾ പോകാതെ തന്നെ നമുക്ക് വളരെ ലാഭകരമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പുതിയൊരു അതായത് നമ്മുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഒരു പുതിയ ഒരു സിസ്റ്റമാണ് ജിയോസ്പാർക്കിൻ്റെ മൈക്രോ ഇൻവേർട്ടറുകൾ, അതായത് ജിയോസ്പാർക്കിൻ്റെ ക്വാഡ് ഇൻവേർട്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഡ്യുവൽ മോഡിൽ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഗ്രിഡിൽ വൈദ്യുതി ഉള്ള സമയത്ത് ഇതൊരു ഓൺ ഗ്രിഡ് സോളാർ മൈക്രോ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും. ഇനി ഗ്രിഡിൽ പവർ കട്ട് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒരു സോളാർ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു റിലേ സിസ്റ്റത്തിലൂടെ KSEBയിലേക്കുള്ള കണക്ഷൻ, അതായത് എക്സ്പോർട്ടിങ് അവിടെ ഡിസ്കണക്റ്റ് ആകുകയാണ് ചെയ്ത് KSEB ലൈനുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കുന്നു. അതിലൂടെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഹോം ലോഡ് മൊത്തം, ക്രിട്ടിക്കൽ ലോഡ് മുഴുവൻ നമുക്ക് ലൈവായിട്ട് ഈ ഒരു അതായത് പകൽ സമയത്തുള്ള ആ ഒരു വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ള ലോഡ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് എത്രമാത്രം നമ്മുടെ പീക്ക് അവേഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ ഫുള്ളിൽ ഏതാണ്ട് ഒരു 80% ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് ഈ ഒരു ജിയോസ്പാർക്കിൻ്റെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതൊരു ക്വാഡ് ഇൻവേർട്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത 2024 ഒരു കനേഡിയൻ കമ്പനി ആണെങ്കിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരനാണ്. നമ്മുടെ പ്രവീൺ ജെയിൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഈ കനേഡിയൻ കമ്പനി ഏതാണ്ട് 100-ലധികം പാറ്റന്റുകളുള്ള ഒരു കമ്പനിയാണ് കനേഡിയൻ കമ്പനി. അപ്പോൾ അവരുടെ ഒരു ടെക്നോളജിയാണ് സ്പാർക്ക് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ക്വാഡ് ഇൻവേർട്ടേഴ്സ് ആണ്. അപ്പോൾ അതിന് മുമ്പ് ഡ്യുവൽ ഇൻവേർട്ടറൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് ക്വാഡ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ 4 പാനലുകൾക്ക് വേണ്ടിയിട്ട് ഒരു മൈക്രോ ഇൻവേർട്ടർ. അതായത് നമ്മൾ നോർമലി എൻഫേസിൻ്റെയൊക്കെ മൈക്രോ ഇൻവേർട്ടർ നമ്മൾക്കറിയാം, അത് ഒരു പാനലിന് ഒരു ഇൻവേർട്ടർ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഓരോ പാനലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആണെങ്കിൽ 6 പാനൽ ഉണ്ടെങ്കിൽ 6 ഇൻവേർട്ടർ അവിടെ വേണ്ടി വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 50,000 രൂപയുടെയൊക്കെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ നമുക്കൊരു 3 കിലോവാട്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ 4 കിലോവാട്ട് സിസ്റ്റത്തിൽ നമുക്കൊരു 2 ഇതേപോലെയുള്ള ക്വാഡ് ഇൻവേർട്ടേഴ്സ് മതി. 4 പാനലുകൾക്ക് ഒരു ഇൻവേർട്ടർ. ഇപ്പോൾ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ 4 എണ്ണത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് 4 സെപ്പറേറ്റ് മൈക്രോ ഇൻവേർട്ടർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് 4 MPPTകളും 4 സിസ്റ്റമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഒരു 3 കിലോവാട്ട് സിസ്റ്റമാണ് ചെയ്യുന്നത്. 3 കിലോവാട്ടിന് നമുക്ക് ഇത്തരത്തിലുള്ള 2 ഇൻവേർട്ടർ വേണം. അപ്പോൾ ആ 2 ഇൻവേർട്ടർ നമുക്ക് ടോട്ടലി 4 8 പാനൽ കണക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് പൈസ കയ്യിൽ കുറവാണെങ്കിൽ നമ്മളൊരു 6 പാനൽ കണക്ട് ചെയ്യുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊരു 2 പാനലും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് നിലവിൽ അന്ന് മാർക്കറ്റിൽ നമ്മൾ മുൻപ് ഉപയോഗിച്ച അതേ വാട്ട്സുള്ള പാനൽ കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഡിഫറെൻറ്റ് വാട്ട്സ് ആയാലും ഡിഫറെൻറ്റ് വാട്ട്സിലുള്ള പാനലുകൾ ഒരു ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാം. അത് ഇതിൻ്റെ എഫിഷ്യൻസിനെ ഒന്നും ബാധിക്കില്ല. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അതുപോലെ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സ്പാർക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു വൈഫൈ ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിലിനി പുതിയൊരു അപ്ഡേഷനൊക്കെ വരുന്നുണ്ടെന്നാണ് ജിയോയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് സിമ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ രീതിയിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വിശേഷം നമ്മൾ ഈ ഒരു ജിയോസ്പാർക്കിൻ്റെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. സ്പാർക്ക് ഇൻവേർട്ടർ ഏതാണ്ട് നമ്മുടെ മൈക്രോ ഇൻവേർട്ടർ പോലെ തന്നെയാണ്, വലിയ ഭാരമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 4 പാനലുകൾ അറ്റ് എ ടൈം 4 ഡിഫറെൻറ്റ് വാട്ട്സിലുള്ള 4 പാനലുകൾ നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് 4ഉം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇത് ജിയോസ്പാർക്ക് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു സ്പാർക്ക് ഇൻവേർട്ടർ ഇതൊരു മൈക്രോ ഇൻവേർട്ടറാണ്.
അതായത് ക്വാഡ് മൈക്രോ ഇൻവേർട്ടറാണ്, 4 മൈക്രോ ഇൻവേർട്ടർ കൂടി ചേർന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഇതാണ്. അപ്പോൾ കൂടാതെ ഇത് ഡ്യുവൽ മോഡിൽ വർക്ക് ചെയ്യും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമുക്ക് നമ്മുടെ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇതിലുള്ള വലിയൊരു അപാകതയാണ് നമുക്ക് നമ്മുടെ വൈദ്യുതി KSEB ഗ്രിഡിലുള്ള പവർ ഇല്ലാത്ത സമയത്ത് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം അത് ഓവർകം ചെയ്യാനായിട്ട് ഒരു റിലേ സിസ്റ്റത്തിലൂടെ ഇത് നമുക്ക് ഒരു KSEB കണക്ഷനുള്ള സമയത്ത് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റമായിട്ടും ഓൺ ഗ്രിഡ് മൈക്രോ ഇൻവെർട്ടറായിട്ടും അല്ലാത്ത സമയത്ത് നമുക്ക് സോളാർ മോഡിൽ ലൈവായിട്ട് ലോഡുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കത് എക്സ്പോർട്ടിംഗ് ഒന്നും നടക്കില്ല, പക്ഷേ നമുക്ക് ലൈവായിട്ട് ആ സമയത്ത് ജനറേറ്റ് ആകുന്ന വൈദ്യുതി ഉപയോഗിക്കാം. അപ്പോൾ അത് ലൈവ് എത്ര ലോഡ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അത് നമുക്ക് പ്രൊഡക്ഷൻ വരിക. അപ്പം ആ നമ്മുടെ ക്രിട്ടിക്കൽ ലോഡ് അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ അവിടെ വരിക. അപ്പോൾ അത് രണ്ടും ബാലൻസ് ആയിട്ട് പോകണം. നമ്മുടെ പീക്ക് അവേഴ്സിലാണെങ്കിൽ അത്യാവശ്യം അതിൻ്റെ പീക്ക് ഔട്ട്പുട്ട് വരുന്നത് മാക്സിമം നമുക്ക് ലോഡ് ലൈവായിട്ട് യൂസ് ചെയ്യാം. ആ ലൈവായിട്ട് യൂസ് ചെയ്യേണ്ട അതിൽ എക്സസ് ആയിട്ട് വരുന്നത് അത് അവിടെ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും പോലും ചില ഓൺലൈൻ സൈറ്റുകളിൽ ഇതിൻ്റെ ഒരു പാക്കേജ്, അതായത് ഈ ജിയോസ്പാർക്ക് ഇൻവേർട്ടർ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പാക്കേജ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ ജിയോസ്പാർക്ക് മൈക്രോ ഇൻവേർട്ടർ ഒരു മോഡൽ ജിയോസ്പാർക്ക് ക്വാഡ് DM2000 എന്നുള്ള ഒരു മോഡലാണ്. ഇതൊരു 2 കിലോവാട്ടിൻ്റെ ഒരു ഇൻവേർട്ടറാണിത്. ഇതൊരു ക്വാഡ് മൈക്രോ ഇൻവേർട്ടറാണ്. നമ്മൾ പറഞ്ഞു 4 ഇൻവേർട്ടറുകൾ, 4 മൈക്രോ ഇൻവേർട്ടറുകൾ, 4 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ട് അവിടെ നമുക്ക് വർക്ക് ചെയ്യും. ഇൻഡിപെൻഡൻറ്റ് മൈക്രോ ഇൻവേർട്ടേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. അതായത് നമുക്ക് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പാർക്ക് ഒരു കനേഡിയൻ കമ്പനിയാണ്. ഈ കനേഡിയൻ മൈക്രോ ഇൻവേർട്ടർ മേക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർക്ക് ഏതാണ്ട് ഒരു 100-ലധികം പേറ്റൻറ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു അതൊരു ഇന്ത്യക്കാരനാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം റീസെൻ്റ്ലി അവരുടെ ഒരു കൊളാബറേഷനിൽ ജിയോയും ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ്, ജിയോയുടെ പ്ലാറ്റ്ഫോമിലാണ് ജിയോ തിങ്സ് ആണ് ഇവർ ഈ ജിയോ തിങ്സും അതുപോലെ സ്പാർക്കും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലാണ് പുതിയ പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവർ ഇറക്കുന്നത്. അപ്പം നമുക്കൊരു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കും കൂടെ അതിൻ്റെ ഭാഗമായി കൂടെ ഇതിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമ്മുടെ ഈ ഒരു ഓൺ ഗ്രിഡ് സോളാർ ഇൻവേർട്ടേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ ആയിട്ട് സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്കിതിന് ഇൻസ്റ്റാളേഷൻ ഗൈഡും കാര്യങ്ങളൊക്കെ സ്പാർക്കിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവർ പറയുന്നത് ഇതിന് ക്ലിപ്പിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈവൻ എൻഫൈസിൻ്റെ മൈക്രോ ഇൻവേർട്ടർ ആണെങ്കിൽ പോലും അതിലൊരു ക്ലിപ്പിംഗ് ഉണ്ടാകുന്നുണ്ട്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പീക്ക് ഔട്ട്പുട്ട് നമുക്ക് പൂർണ്ണമായും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ലിപ്പിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ ക്ലിപ്പിംഗ് ഉണ്ടാവില്ലെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ നമുക്ക് മറ്റ് ഇൻവേർട്ടറുകളെ പോലെ തന്നെ നമുക്കിതിനെ റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഒരു സിസ്റ്റം സ്പാർക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലൊരു വെബ്സൈറ്റിൽ ആണ് നമുക്കത് കാണാൻ വേണ്ടി കഴിയുക. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. സ്പാർക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് അത്. മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ജിയോയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു ഡ്യുവൽ മോഡിൽ ആക്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതായത് ഇതൊരു ഓൺ ഗ്രിഡ് മൈക്രോ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ഗ്രിഡിൽ കറണ്ട് ഉള്ള സമയത്ത്. കാരണം പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് നോർമൽ ആ ഒരു വേയിൽ അത് നടക്കുന്നു. ഇനി പെട്ടെന്ന് നമ്മുടെ ഗ്രിഡിലെ വൈദ്യുതി അവിടെ ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സോളാർ മോഡിലേക്ക് ചേഞ്ച് ഓവർ ആവുകയാണ്. അപ്പം സോളാർ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ലൈവായിട്ടുള്ള അത്രയും പ്രൊഡക്ഷൻ ഇപ്പോൾ എത്ര വാട്ട്സ് ഉണ്ട്. ഇപ്പോൾ 3 കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റം വെച്ചു. നമുക്കൊരു പീക്ക് അവേഴ്സിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്കൊക്കെയാണ് നമുക്ക് കറണ്ട് പോയത്, ഒരു മണിക്കൂർ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിതിനകത്ത് നിന്ന് പീക്ക് ഒരു ഔട്ട്പുട്ട് ഏതാണ്ട് ഒരു 2.5 കിലോവാട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ എത്രയാണോ നമ്മൾ അതിനകത്ത് നമ്മൾ 1000 വാട്ടേ നമ്മൾ ലൈവായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ 1000 വാട്ട് മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്, നമുക്ക് നോർമലി ഒരു നോർമൽ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റ് അല്ല ഈ ഒരു ലൈനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലേക്കുള്ള ബാറ്ററി ചാർജിങ് ഒക്കെ നമുക്ക് ഈ ഒരു പവർ ഇല്ലാത്ത സമയത്ത് പോലും നമുക്ക് നടക്കും. ഇപ്പോൾ ഒരു ഹോൾ ഡേ എന്തെങ്കിലും വർക്ക് ഇലക്ട്രിക് ലൈനിൽ വർക്ക് നടക്കുന്നുണ്ട്, ആ സമയത്ത് ഇല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാം. കൂടാതെ നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടെ പറ്റും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് വരുന്നത് നമുക്ക് ഇതിന് മാക്സിമം ഒരു 650 വാട്ട്സിൻ്റെ പാനൽ വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിൽ 4 പാനലുകളാണ് ഒരു ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് മാത്രമല്ല, ഇത് ഓരോ ഈ 4 പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സിസ്റ്റമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ MPPT ആണ് അതിൻ്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ പാനലും മോണിറ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും ഒന്നിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റം മൊത്തം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അത് ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാറണ്ടി ഏതാണ്ട് 12 വർഷമാണ് നമ്മളത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന വാറണ്ടി. അത് നമുക്ക് 25 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ എൻഫേസിൻ്റെ ഇൻവേർട്ടറൊക്കെ ഉള്ള പോലെ തന്നെ എൻഫേസ് 15 വർഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് 25 വർഷത്തേക്കുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു 12 വർഷം, അത് നമുക്ക് 25 വർഷത്തേക്ക് എക്സ്റ്റൻഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട്. പിന്നെ നമുക്കിതിൽ 4 PV മോഡ്യൂൾ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3 കിലോ വാട്ട് സിസ്റ്റത്തിൽ നമ്മൾ ഒരു 2 ഇതേപോലെയുള്ള മൈക്രോ ഇൻവേർട്ടർ, അപ്പോൾ നമുക്ക് 2 ഇൻവേർട്ടർ ആകുമ്പോൾ 8 പാനലുകൾ അവിടെ നമുക്ക് ഘടിപ്പിക്കാം. പക്ഷേ അതിൽ നമുക്ക് 3 കിലോ വാട്ടിന് നമുക്ക് 6 പാനലുകളെ വേണ്ടൂ. പിന്നീട് നമുക്കത് എപ്പോഴെങ്കിലും നമുക്കതൊരു 2 പാനലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് ഈ 2 സ്പേസ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എൻഡ് ക്യാപ്പ് ഇട്ട് നമുക്കത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൈസ ഉള്ള സമയത്ത് 2 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആ ആഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വാട്ട്സിലുള്ള പാനലാണെങ്കിൽ കൂടെ അവിടെ പ്രശ്നമില്ല, അത് ഇതിൻ്റെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ കൂടാതെ നമ്മൾ മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ അത് ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. അതായത് എന്തെങ്കിലും ഷെയ്ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഷെയ്ഡുള്ള പാനലിൻ്റെ ആ ഭാഗത്ത് മാത്രമേ പ്രൊഡക്ഷൻ കുറയുന്നുള്ളൂ, ബാക്കിയുള്ളതിൽ ഒന്നും ബാധിക്കുന്നില്ല. അതായത് ഇതൊരു ഇൻഡിവിജ്വൽ മൈക്രോ ഇൻവേർട്ടർ ആയിട്ട് തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, പക്ഷേ ഒരു 4 എണ്ണത്തിൽ ഒരു ഇൻവേർട്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ പൈസയും കുറച്ച് കുറവായിരിക്കും. കാരണം മൈക്രോ ഇൻവേർട്ടർ ആകുമ്പം നമുക്ക് ഓരോ പാനലിനും ഓരോ ഇൻവേർട്ടർ വേണം. അതിന് പകരം നമുക്ക് 4 പാനലിന് ഒരു ഇൻവേർട്ടർ വേണ്ടു. അപ്പം ആ ഒരു കോസ്റ്റും കൂടെ അവിടെ കുറയുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്പാർക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ പറഞ്ഞു. സ്പാർക്ക് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതിലൂടെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ സ്പാർക്ക് വ്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെയാണ് നമുക്കിതിൻ്റെ നമ്മൾ ബാക്കിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്ക് അതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് ജിയോ സ്പാർക്ക് ക്വാഡ് DM2000 എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഔട്ട്ലൈനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാനത് പല വെബ്സൈറ്റിലും പല ആൾക്കാരെയും കോൺടാക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷേ നമുക്ക് വേറെ ജിയോൻ്റെ സൈറ്റിൽ പോലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള കുറേ പ്രോസസ്സുകൾ അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിൻ്റെ കുറേ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് പിന്നെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ amios.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം ഇതാണ്, അതായത് നമ്മുടെ റിന്യൂസിൻ്റെ പാനൽ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഒരു പാക്കേജ് ആയിട്ടാണ് അതിൽ തരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഏതാണ്ട് റിന്യൂസിൻ്റെ 600 വാട്ട്സിൻ്റെ 8 പാനലുകളും അതേപോലെ തന്നെ 2 ഈ പറയുന്ന മോഡൽ ജിയോ സ്പാർക്ക് ക്വാഡ് DM2000 എന്ന് പറയുന്ന മോഡൽ ഇൻവേർട്ടർ, 2 ഇൻവേർട്ടർ, പിന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കി അക്സസറീസ് ഒക്കെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത്, ഈ ഒരു പാക്കേജിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ഏതാണ്ട് ഒരു 4.8 കിലോ വാട്ടിൻ്റെ പാനലുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഏതാണ്ട് ഒരു 4 കിലോ വാട്ടിൻ്റെ സിസ്റ്റമായിട്ടാണ് നമുക്കിത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഓൺലൈൻ റേറ്റ് പറയുന്നത് 2,75,000 രൂപയാണ്. ഇതിൽ 5 കിലോ വാട്ട് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്, പക്ഷേ ഇത് ആക്ച്വലി 5 കിലോ വാട്ട് വരുന്നില്ല, 4 കിലോ വാട്ടേ വരുന്നുള്ളൂ. പാനൽ 4.8 വരുന്നുണ്ട്, 8 പാനൽ വരുമ്പം 4.8 വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻവേർട്ടർ 2000 എന്ന് പറഞ്ഞാൽ 2 കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറാണ്. അപ്പോൾ അതിൽ ക്ലിപ്പിംഗ് ഒന്നും ഇല്ലാതെ
ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതാണ്ട് എഫിഷ്യൻസി മാക്സിമം തന്നെ വരാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ഒരു 1.9 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏതാണ്ട് 2,75,000 രൂപയാണ് ഈ ഒരു 4 കിലോ വാട്ട് സിസ്റ്റത്തിന്. അതായത് ടോപ്കോൺ പാനലാണ്, റിന്യൂസിൻ്റെ പാനലാണ്. ഇത് ഒരു കോംബോ പാക്ക് നമ്മളിതിൽ ഈ വെബ്സൈറ്റിൽ കണ്ടതാണ്. അപ്പം ഇത് പർച്ചേസ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇൻസ്റ്റലേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ സ്പാർക്കിൻ്റെ ഇൻവെർട്ടർ സെയിം തന്നെയാണ്. സ്പാർക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് സെൽഫായിട്ടും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.